പല രീതിയിലും കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ക്ലീനാക്കി. ഹായ്, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? സനിലാണ്. എല്ലാവരുടെ വണ്ടീനെ പറ്റിയും അല്ലെങ്കിൽ വണ്ടിക്ക് പണിയെടുക്കുന്നതിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോ ഇടാറുണ്ട്. ഇപ്പോൾ ഞാൻ നാട്ടിലാണുള്ളത്. സ്വന്തം വണ്ടീനെ പറ്റി ഒരു ചെറിയൊരു റിവ്യൂ. 4.5 വർഷത്തോളമായിട്ട് ഇവൻ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ വണ്ടിയാണ്, സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് ഞാൻ വാങ്ങിയത്. 2017 മോഡല് ഹ്യുണ്ടായി എലൈറ്റ് i20 എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണിത്. പെട്രോൾ വേരിയൻ്റ് ആണ്. പറയത്തക്ക മൈലേജോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഞാൻ ഈ വണ്ടിയിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ഇതാണ് എൻ്റെ വണ്ടിയുടെ എൻജിൻ ക്യാബിൻ. ഞാനത് എടുത്ത് കാണിക്കാനുള്ള കാരണം, ഞാൻ പല വണ്ടികളെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഇൻറ്റീരിയറിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല രീതിയിലും കുറ്റം പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള എൻ്റെ വണ്ടി ഞാൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് കാണിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണല്ലോ. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ക്ലീനാക്കി വെച്ചിട്ടുള്ളതൊന്നുമല്ല. എന്നെ അറിയാവുന്ന ആൾക്കാർക്കും അറിയാം, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. നിങ്ങൾ വിചാരിക്കും ഈ വണ്ടിക്ക് വലിയ ഓട്ടോ ഒന്നും ഇല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഈ രീതിയിൽ ഇരിക്കുന്നതെന്നുള്ളത്. ഓട്ടോ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ഏകദേശം 84,000 കിലോമീറ്ററോളം ഈ വണ്ടി ഓടിയിട്ടുണ്ട്. ഓരോ ഡ്രൈവ് കഴിഞ്ഞ് വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ ലോങ് ഓട്ടം കഴിഞ്ഞ് വരുമ്പോഴും അല്ലെങ്കിൽ ആഴ്ചയിലൊന്ന് ഞാനിത് ക്ലീനാക്കാറുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, ഗൾഫിൽ കിടക്കുന്ന ഞാൻ എങ്ങനെ ആഴ്ചയിൽ വന്ന് ഇത് ക്ലീനാക്കും എന്നുള്ളത്. ഞാനിവിടെ നാട്ടിലില്ലാത്തിരിക്കുന്ന സമയത്ത് ഈ വണ്ടി യൂസ് ചെയ്യുന്നത് എൻ്റെ ഏറ്റവും ഇളയ അനിയത്തിയാണ്. ആളാണ് ഈ വണ്ടി ഈ രീതിയിൽ ഞാനില്ലാത്തപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഇൻറ്റീരിയർ ക്ലീനിങ്ങിനോ അതല്ലെങ്കിൽ എൻജിൻ ക്യാബിൻ ക്ലീനിങ്ങിനോ അല്ലെങ്കിൽ വണ്ടി വാഷ് ചെയ്യുന്നതിനോ ആയിട്ട് ഇതുവരെ പുറത്തേക്ക് വണ്ടി നമ്മൾ കൊടുത്തിട്ടില്ല. സ്വന്തമാണ് എല്ലാം ചെയ്യാറ്. അതുകൊണ്ട് അതിൻ്റേതായൊരു സാറ്റിസ്ഫാക്ഷൻ ഞങ്ങൾക്കും ഉണ്ട്. പുറത്ത് കൊടുത്ത് ചെയ്യിക്കുന്നതിൽ അത്ര നല്ലതല്ല എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മളുടേതായ രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്യുമ്പം അതിൻ്റേതായ ഒരു വൃത്തി എപ്പോഴും വണ്ടിയിലുണ്ടാവും. ഞാനിപ്പോൾ ഈ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകണം എന്നില്ല. കാരണം വണ്ടീനെ അത്രമേൽ സ്നേഹിക്കുന്നതും അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഓരോ വാചകങ്ങളുടെയും മീനിങ് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. അല്ലാത്തവർക്ക് ഇത് ജസ്റ്റ് ഒരു വണ്ടി, ആ ഒരു കൺസെപ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറിയ ചെറിയ എക്സ്ട്രാ ഫിറ്റിങ്സുകൾ മാത്രം നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു ഏഞ്ചൽ വിങ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് 4 വർഷത്തോളമായി. ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു ഓൺലൈൻ പ്രൊഡക്റ്റാണത്. അന്ന് കിട്ടാത്ത സമയത്ത് വാങ്ങിയതാണ്. പിന്നെ ഉള്ളത് ഹെഡ്ലൈറ്റിൻ്റെ ചെറിയൊരു മോഡിഫിക്കേഷൻ, ഒരു DRL കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഹെഡ്ലൈറ്റിലേക്ക് വരുന്ന രീതിയിൽ ചെറിയൊരു LED അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ പറയത്തക്ക മോഡിഫിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ചെറിയൊരു ബമ്പറിൻ്റെ താഴെ ചെറിയൊരു ലിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ബാക്കി ഇപ്പോഴും സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് നമ്മുടെ വണ്ടി ഉള്ളത്. ആദ്യത്തെ മോൻ ഉണ്ടാകുമ്പോഴാണ് ഞാൻ ഈ വണ്ടി വാങ്ങിയത്. അതുകൊണ്ട് അവൻ്റെ പേരും ഈ വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്.